ഹലോ വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. ഇന്ന് കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഉത്തരങ്ങൾ നോക്കാം. ഗതിവിധി 1 ഒന്നാമത്തത് ഗണ്ട് പടേ ഔർ പ്രശ്നോങ്കി ഉത്തർ ലിഖേ. ഈ ബോക്സിലുള്ളത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഹമാരെ ആംഗൻ മേ ഖൂബ് ബഡേ പേട് ഹൈ. ഞങ്ങളുടെ മുറ്റത്ത് ഒരുപാട് വലിയ മരങ്ങളുണ്ട്. വഹാം ഏക് കൂവ ബി ഹൈ. അവിടെ ഒരു കിണറും ഉണ്ട്. മേനെ ഏക് ബില്ലി കോ തിത്തലി കെ സാത്ത് ഖേൽത്തെ ദേഖ. ഞാൻ ഒരു പൂച്ച പൂമ്പാറ്റയുടെ കൂടെ കളിക്കുന്നത് കണ്ടു. അചാനക് ഉസ്നെ തിത്തലി കി ഓർ ചലാങ്ക് ലഗായി ഔർ കുവേ മേ ഗിർ ഗയേ. പെട്ടെന്ന് ആ പൂച്ച പൂമ്പാറ്റയുടെ അടുത്തേക്ക് ചാടി കുവേ മേ ഗിർ ഗയേ, കിണറ്റിൽ വീണു. ഒന്നാമത്തെ ചോദ്യം, ആംഗൻ മേ കിസ് തരഹ് കെ പേട് ഹൈ. മുറ്റത്ത് എങ്ങനെയുള്ള മരമാണ് ഉള്ളത്? ഓപ്ഷൻ ചോട്ടെ പേട്, ബഡേ പേട്, സൂഖേ പേട്, ലംബേ പേട്. ഉത്തരം ബഡേ പേട്. രണ്ടാമത്തെ ചോദ്യം, കുവ കഹാം ഹേ. കിണർ എവിടെയാണ്? ബഗീച്ചെ മേം, ആംഗൻ മേം, പഹാഡ് മേം, ജംഗൽ മേം. ഉത്തരം ആംഗൻ മേം. അടുത്ത ചോദ്യം, കോൻ കോൻ ഗേൽ രഹേ തേ. ആരൊക്കെയാണ് കളിച്ചിരുന്നത്? ബില്ലി ഔർ കുത്ത, ബില്ലി ഔർ തിത്തലി, തിത്തലി ഔർ പില്ല, തിത്തലി ഔർ നന്നി ബില്ലി. ഉത്തരം ബില്ലി ഔർ തിത്തലി. അടുത്ത ചോദ്യം, ബില്ലീനെ അചാനക് ക്യാ കിയ. പൂച്ച പെട്ടെന്ന് എന്താണ് ചെയ്തത്? തിത്തലി സെ ദൂർ ഭാഗ, തിത്തലി കോ ഭഗായ, തിത്തലി കി ഓർ ചലാങ്ക് ലഗായി, തിത്തലി കി ഓർ ദൗഡ് ഗയി. ഉത്തരം തിത്തലി കി ഓർ ചലാങ്ക് ലഗായി. അടുത്ത ചോദ്യം, ഗണ്ട് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻസ്, बिल्ली कुएं में गिर गई, तितली कुएं में गिर गई, बिल्ली और तितली दोनों कुएं में गिर गई, बिल्ली और तितली दोनों कुएं में गिरने से बच गई. उत्तरम बिल्ली कुएं में गिर गई. രണ്ടാമത്തെ ഗതിവിധി 2. भैया हमारी चिड़िया रानी कविता की ये पंक्तियाँ पढ़े और प्रश्नों के उत्तर लिखे. ഭയ്യ ഹമാരി ചിടിയ റാണി എന്ന കവിതയിലെ ഈ വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ കവിതയിൽ തന്നെ ഇതിനെല്ലാമുള്ള ഉത്തരമുണ്ട്. നോക്കാം. ചോദ്യം, ഭയ്യ ഗോസല ബനാക്കർ കഹാം ലട്കാത്തി. പക്ഷി കൂടുണ്ടാക്കിയിട്ട് എവിടെയാണ് തൂക്കിയിട്ടത്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ലട്കാത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. അതേ വാക്കുകൾ എവിടെയായി, ക്വസ്റ്റ്യനിലുള്ള വാക്കുകൾ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. മൂന്നാമത്തെ വരിയാണ് ഉത്തരം. ഊഞ്ചി ടാലോംബർ, ഊഞ്ചി ടാലോംബർ ലട്കാത്തി. രണ്ടാമത്തെ ചോദ്യം, പങ്ക്തിയോं के आधार पर शब्दों का संबंध पहचाने और सही मिलान करें. ശരിയായത് യോജിപ്പിക്കാനാണ്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ വരിയുടെയും ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും തമ്മിലാണ് യോജിപ്പിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഗതിവിധി 3. ബാരിഷ് കെ ബാദ് എന്ന കഥയിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് ഉത്തരം എഴുതുക. ബോക്സിൽ കൊടുത്തിട്ടുള്ള നോക്കുക. ഇസി ബാഗ്ദൗഡ് മേ ഗുഡ്ഡു ഫിസല ഔർ ജാൻകർ कीचड़ में दम से गिर गया. अब कीचड़ में सराब और गुड्डू भी हंस रहा था और गुडले भी. ചോദ്യം, कीचड़ में सराब और गुड्डू ने क्या किया. ചെളിയിൽ വീണ ഗുഡ്ഡു എന്താണ് ചെയ്തത്? രോയ, ഹസ, ചില്ലായ, ശർമായ. ഉത്തരം ഹസ. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഗുഡ്ഡു ഫിസൽക്കർ കീചഡ് में गिर गया. उस घटना पर गुडली ने ഡയറി ലിഖി. ഗുഡലി की वह ഡയറി ലിഖി. ഇത് എഴുതാൻ വേണ്ടി കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഗോകുൽ ഗയ്യാക്കോ ദേക്കിന. ചുവന്ന പ്രാണിയെ നോക്കുന്നു. ചാന്ദിനിക്ക് തലേ ഗോകുൽ ഗയ്യാക്കോ ഢൂണ്ടിന. നന്ദ്യാർ വട്ടത്തിൻ്റെ ആ ചെടിയിൽ ഗോകുൽ ഗയ്യയെ അന്വേഷിക്കുന്നു. ഗുഡ്ഡു പേടുക്ക് സോറ് സെ ഹിലാന. ഗുഡ്ഡു മരത്തെ പീടിൽ കുലുക്കുന്നു. പേട് പർ ടഹരാ ഹുവാ പാനി ഗുഡലിക്ക് ഊപ്പർ ഗിർന. മരത്തിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി ഗുഡലിയുടെ മേലത്തേക്ക് വീഴുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗതിവിധി. തും ജിയോ ഹസാറോ സാൽ, साल के दिन हो 50,000. कहानी का यह अंश पढ़े और प्रश्नों का उत्तर लिखे. തും ജിയോ ഹസാറോ സാൽ के दिन हो 50,000 എന്ന കഥയിലെ ഭാഗം തന്നിട്ടുണ്ട്. നോക്കാം. നിമ്മി का कल बर्थडे था. आज सुबह से वो तोहफों को गोल गोल कर देखने में लगी है. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. उस पर एक कार्टून बना था और लिखा था
തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50,000. ഇതിലെ ഒന്നാമത്തെ ചോദ്യം ഗദ്യാംശ കെ അനുസാർ സഹി പ്രസ്താവ് ചുൻക ലിഖി. ഇവിടെ തന്നിരിക്കുന്ന ഈ ഗദ്യാംശം അനുസരിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ബർത്ത്ഡേ കാർഡ് മേ ചിത്ര ബനാത്ത, ബർത്ത്ഡേ കാർഡ് മേ കാർട്ടൂൺ ബനാത്ത, ബർത്ത്ഡേ കാർഡ് മേ ഫോട്ടോ ചിപ്കാത്ത, ബർത്ത്ഡേ കാർഡ് മേ ഫൂൽ ചിപ്കാത്ത. ഉത്തരം ബർത്ത്ഡേ കാർഡ് മേ കാർട്ടൂൺ ബനാത്ത. ഇതിലെ രണ്ടാമത്തെ ചോദ്യം നിമ്മിക്കോ വിനോദ് അങ്കിളിനെ ബർത്ത്ഡേ കാർഡ് ദിയാത്ത. നിമ്മിക്ക് വിനോദ് അങ്കിൾ ബർത്ത്ഡേ കാർഡ് നൽകി. ആപ് ഭി നിമ്മി കെ ലിയെ ഏക്ക് ബർത്ത്ഡേ കാർഡ് തയ്യാർ കരെ. നിങ്ങളും നിമ്മിക്കായി ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വിധി 5. ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിം ലേഖിൻ്റെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് ഉത്തരം എഴുതാനാണ്. ഫിലിം की कहानी सुनने में तो बड़ी साधारण लगती है, पर जिस असाधारण तरीके से इस कहानी को निर्देशक माजिद मजीदी ने पर्दे पर उतारा है को काबिले तारीफ है. ആദ്യത്തെ ചോദ്യം കഥ കാ സമാൻ അർത്ഥവാല ശബ്ദ ഗദ്യാംശ സെ ചുൻകർ ലിഖെ. കഥ എന്നതിന് സമാനമായ അർത്ഥം വരുന്ന വാക്കേതാണ്? ഉത്തരം कहानी. आपके स्कूल में फिल्मोत्सव होने वाला है, इसमें ईरानी फिल्म चिल्ड्रंस ऑफ हेवन का प्रदर्शन भी है. ഫിലിമോത്സവ് का പോസ്റ്റർ തയ്യാർ കരെ. നിങ്ങളുടെ സ്കൂളിൽ ഫിലിമോത്സവം നടക്കുകയാണ്. ഇറാനി ഫിലിമായ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ്റെ പ്രദർശനവും ഉണ്ട്. ഫിലിമോത്സവത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കുക. വിധി 6. ചിത്രം നോക്കി ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ചിത്രയ്ക്ക് അനുസാർ വാക്യോങ്കോ ക്രമസെ ലിഖെ. ചിത്രത്തിനെ അടിസ്ഥാനമാക്കി വാക്യങ്ങൾ ക്രമത്തിൽ എഴുതാനാണ്. നടന്ന സംഭവങ്ങൾ ക്രമത്തിലാക്കി എഴുതാൻ. ബച്ചെ ബൂഢെ ആദ്മിക്ക് സഹായത കർത്തെ ഹെ. കുട്ടികൾ വൃദ്ധനായ ആളെ സഹായിക്കുന്നു. ബൂഢ ആദ്മി സടക്ക് കെ പാസ് ഖടാ ഹെ. വൃദ്ധനായ മനുഷ്യൻ റോഡിൻ്റെ അടുത്ത് നിൽക്കുന്നു. ബൂഢ ആദ്മി സടക്ക് പാർ കർണേക്ക് കോശിഷ് കർത്താ ഹെ. വൃദ്ധനായ മനുഷ്യൻ റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബൂഢ ആദ്മി ഗിർനെ ലഗ്താ ഹെ. വൃദ്ധനായ മനുഷ്യൻ വീഴാൻ വേണ്ടി തുടങ്ങുന്നു. ഇതെങ്ങനെ ഓർഡറിൽ എഴുതാമെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ചിത്ര ദേഖെ ഔർ വാക്യ ലിഖെ. ഈ ചിത്രം നോക്കി ഇതിനകത്ത് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.